പോത്തൻ സിസോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ക്രിസ്പിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 മണിക്കൂറോളം നമ്മളിത് കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ കൂടുതൽ സമയം വെള്ളത്തിൽ ഇട്ടിരുന്നാലും ഉഴുന്നുവട നന്നായിട്ട് കിട്ടത്തില്ല. അപ്പം മാക്സിമം ഒരു 4 മണിക്കൂറോളം കുതിർത്ത് എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം. നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറോളം ഞാനിതേപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെക്കുന്നുണ്ട്. ഉഴുന്നിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് അരയ്ക്കുമ്പോഴേക്കും കുറച്ച് പാടായിട്ട് തോന്നും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്തിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ മിക്സി അല്ലെങ്കിൽ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു കപ്പ് ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെയാണ് ഉപയോഗിച്ചത്. ലാസ്റ്റ് അരയ്ക്കുന്നതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം റവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കൈകൊണ്ടോ അല്ല സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല ഏറിയായിട്ട് ഇത് കിട്ടണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് പൊങ്ങിക്കിടക്കുന്നത് കാണാം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നല്ല ഏറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് സോഡാപ്പൊടിയോ ഒന്നും നമ്മൾ ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മാവ് കുറച്ച് പുളിച്ച് വരുമ്പോഴേക്കാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഞാനൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം വട ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചിയും ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തുകൊള്ളുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും വളരെ മയത്തിൽ വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. 2 രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർ ഇതേപോലെ കൈ നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് വലുപ്പത്തിലുള്ള ഉഴുന്നുവടയാണോ വേണ്ടത് അത്രയും മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്കൊരു ഹോള് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വലത് കൈയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. ആവശ്യമായ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തള്ളവിരൽ കൊണ്ട് ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ എപ്പോഴും ഒരു മീഡിയം ചൂടിലായിരിക്കണം. കൂടുതൽ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും പുറമെല്ലാം കൂടെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് ക്രിസ്പി ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇനി ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.